ഏതായാലും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ടി20യിലും ബെഞ്ചിലിരിക്കേണ്ടി വന്നതോടെ കാര്യങ്ങളെല്ലാം സുവ്യക്തമാണ്. ഇന്ത്യ എന്തായാലും സഞ്ജുവിന് വരാനിരിക്കുന്ന ടി20 ലോകകപ്പിൽ ഓപ്പണർ സ്ഥാനം നൽകാനൊട്ട് പോകുന്നില്ല. അതിനൊപ്പം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കും ഒരു ഫിനിഷർ എന്ന നിലയിൽ ജിതേഷ് ശർമ്മയ്ക്ക് തന്നെ അവസരം നൽകാനാണ് സാധ്യത. അപ്പോൾ സഞ്ജു ആയിരിക്കുക എളുപ്പമല്ലെന്നറിയാം. കാരണം അത്രയേറെ അവഗണനയും ഇൻസൾട്ടും അദ്ദേഹം ഇന്ത്യൻ ടീമിൽ നേരിടുന്നുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമായ മത്സരങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കലണ്ടർ വർഷം 3 ടി20 സെഞ്ചുറികൾ നേടിയിട്ടും രാജകുമാരൻ പ്രിൻസ് ശുഭ്മാൻ ഗില്ലിനു വേണ്ടി മാറിക്കൊടുക്കേണ്ടി വന്ന ആ ഒരു അവസ്ഥ തീർച്ചയായും സഞ്ജുവിന് വിഷമമുണ്ടാകും. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ടി20 മത്സരത്തിൽ ഇന്ത്യ 7 വിക്കറ്റിന്റെ ആധികാരിക ജയം നേടിയത് ബോളർമാരുടെ മികവിലായിരുന്നു. പന്തെടുത്തവരെല്ലാം വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ബോളർമാരിൽ ഏറ്റവും അധികം തിളങ്ങിയത് 4 ഓവറിൽ 13 റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് 2 വിക്കറ്റ് എടുത്ത അർഷദീപ് സിംഗും 4 ഓവറിൽ 12 റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് 2 വിക്കറ്റ് എടുത്ത വരുൺ ചക്രവർത്തിയുമായിരുന്നു. ചേസിംഗിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഉയർത്തിയ ഈ ഒരു ലോ സ്കോർ വളരെ മനോഹരമായി തന്നെ മറികടക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ നമ്മൾ സഞ്ജുവിനെ ബെഞ്ചിലാണ് കണ്ടത്. എങ്കിലും ഇടയ്ക്ക് അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ ഒരു നിമിഷമുണ്ടായിരുന്നു. അത് കൗതുകകരമായിരുന്നു. ആ ഒരു എൻട്രൻസ് ആ സമയത്ത് ആരാധകർ ആഘോഷിക്കുകയും ചെയ്തു. അവസാന ഓവറിന് മുമ്പായിരുന്നു സഞ്ജു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്. അതും ഗൗതം ഗംഭീറിന്റെ ഒരു തന്ത്രം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ അറിയിക്കാനായിരുന്നു. അവസാന ഓവറിന് മുമ്പ് ഫീൽഡിംഗ് കോച്ച് ടി ദിലീപിനെ അടുത്തെത്തിക്കൊണ്ട് ഗംഭീർ എന്തൊക്കെയോ നിർദ്ദേശിക്കുന്നു. ഉടൻ തന്നെ ദിലീപ് ഇക്കാര്യം ഡഗ്ഔട്ടിലിരിക്കുന്ന സഞ്ജുവിനോട് പറയുന്നു. ദിലീപിന്റെ നിർദ്ദേശം കേട്ട് സഞ്ജു ഗ്രൗണ്ടിലേക്ക് ഓടിച്ചെന്ന് സൂര്യകുമാർ യാദവിനോട് ഹാർദിക് പാണ്ഡ്യയല്ല കുൽദീപ് യാദവിന് അവസാന ഓവർ എറിയാനായി വിളിക്കാൻ പറയുന്നു. കോച്ചിന്റെ നിർദ്ദേശം സ്വീകരിച്ച സൂര്യകുമാർ യാദവ് കുൽദീപിനെ പന്തെറിയാൻ വിളിക്കുന്നു. മത്സരത്തിൽ തന്റെ 2ാം ഓവർ എറിയാനെത്തിയ കുൽദീപ് ആ ഓവറിൽ വളരെ പെട്ടെന്ന് തന്നെ 2 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് സൗത്ത് ആഫ്രിക്കയുടെ 2 വിക്കറ്റുകൾ കൂടി എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ 2 വിക്കറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ട് ഗംഭീറിന്റെയും സൂര്യയുടെയും വിശ്വാസം കാത്ത ആ ഒരു നിമിഷം. ഒപ്പം സൗത്ത് ആഫ്രിക്ക 120 കടക്കുന്നത് കുൽദീപ് ആ സമയത്ത് തടയുകയും ചെയ്തു. അപ്പോൾ സഞ്ജു ഒരു ദൂതനായി ഗ്രൗണ്ടിൽ ഇറങ്ങിയ 3ാമത്തെ മത്സരം. പക്ഷേ ഇതൊന്നും പോരല്ലോ. സഞ്ജു പ്ലേയിങ് ഇലവനിൽ തന്നെ എത്തേണ്ടതല്ലേ? ICC ടി20 ലോകകപ്പ് തൊട്ടരികെ എത്തി നിൽക്കെ തുടർച്ചയായി 6ാമത്തെ ടി20യിലാണ് അദ്ദേഹം ഇങ്ങനെ അവസരമില്ലാതെ പുറത്തിരിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരെ കഴിഞ്ഞ അവസാന 3 ടി20കളും നഷ്ടമായ സഞ്ജുവിന് സൗത്ത് ആഫ്രിക്കയുമായ ഇപ്പോഴത്തെ ഓൺഗോയിങ് 3 ടി20കളിലും ബെഞ്ചിലായിരുന്നു സ്ഥാനം. ഓപ്പണിംഗ് റോളിൽ ശുഭ്മാൻ ഗില്ലിന് ടീം മാനേജ്മെന്റ് പിന്തുണ നൽകുകയും ഫിനിഷറായി ജിതേഷ് ശർമ്മയ്ക്ക് മുൻതൂക്കം നൽകുകയും ചെയ്തതോടുകൂടിയാണ് സഞ്ജുവിന്റെ ടി20 കരിയർ ഇതുപോലെ അവതാളത്തിലായിരിക്കുന്നത്. ഇനി എന്താണ് സഞ്ജു ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും ഫലപ്രദമായ അഭിപ്രായം കഴിഞ്ഞ ദിനം മുൻ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റനായ ഷോൺ പൊള്ളോക്കാണ് പങ്കുവച്ചത്. ഒരർത്ഥത്തിൽ അത് കൃത്യമായ ഒരു നിരീക്ഷണമായിരുന്നു താരം. സഞ്ജു ക്ഷമയോടെ കാത്തിരിക്കുക എന്ന സന്ദേശമാണ് ഷോൺ പൊള്ളോക്ക് പങ്കുവച്ചത്. ക്രിക്ബസിന്റെ ഷോയിൽ പ്രശസ്ത അവതാരകനും ക്രിക്കറ്റ് സ്പെഷ്യലിസ്റ്റുമായ ഹർഷ ബോഗ്ലെയുമായി സംസാരിക്കുമ്പോഴാണ് സഞ്ജു സാംസന്റെ ടി20 ഭാവിയെക്കുറിച്ച് ഷോൺ പൊള്ളോക്ക് ഇങ്ങനെയൊരു നിരീക്ഷണം നടത്തിയത്. സഞ്ജുവിന് ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഒരു കാര്യം ഉറപ്പിക്കാം, ഇപ്പോൾ പ്ലേയിങ് ഇലവനിൽ അവസരമില്ലാത്തതിനെക്കുറിച്ച് സഞ്ജു സാംസണുമായി തീർച്ചയായും ടീം മാനേജ്മെന്റ് സംസാരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഇന്ത്യൻ ക്യാപ്പ് ഇവിടെ തന്നെയുണ്ട്. അതിനെക്കുറിച്ച് അപ്സെറ്റ് ആവുകയോ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ടെന്ന് അവർ ഒരുപക്ഷെ സഞ്ജുവിനോട് ആശയവിനിമയം നടത്തിയിരിക്കാം. ശുഭ്മാൻ ഗിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് സഞ്ജുവിന് നേരത്തെ ടി20യിൽ ഓപ്പണറായി കളിക്കാൻ അവസരം ലഭിച്ചതെന്ന കാര്യം ഇപ്പോൾ മറക്കാൻ പാടില്ല. ഇപ്പോൾ അവസരങ്ങൾ ഇല്ലെന്ന് കരുതി മാനസികമായി തളർന്നു പോകാനും പാടില്ല. ടീം ആവശ്യപ്പെട്ടാൽ ഏത് സമയത്തും കളിക്കാൻ സജ്ജനായിരിക്കണം. മാനസികാവസ്ഥ ശരിയാണെങ്കിൽ മാത്രമാണ് ഈ തരത്തിൽ അവസരങ്ങൾ ലഭിക്കുമ്പോൾ സഞ്ജുവിന് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ സഞ്ജുവിനൊപ്പം ആണെങ്കിൽ അദ്ദേഹവുമായി ഈ കാര്യം സംസാരിക്കുകയും അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ മനോഹരമായിട്ടാണ് കളിക്കുന്നത്. പ്രകടനത്തെക്കുറിച്ച് ആലോചിച്ച് ആശങ്കകളൊന്നും വേണ്ട. മറ്റു ചില കളിക്കാരുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇലവനിൽ അവസരമില്ലാത്തത്. പക്ഷേ നിങ്ങൾ എപ്പോഴും തയ്യാറായി തന്നെ ഇരിക്കണം. തളരാതെ ആത്മവിശ്വാസത്തോടെ ഇരിക്കണം. നിങ്ങൾക്ക് തീർച്ചയായും അവസരം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ ഒരുപക്ഷെ സഞ്ജുവിനോട് പറയുമെന്നും ഷോൺ പൊള്ളോ കഴിഞ്ഞ ദിനം വിശദമാക്കുകയുണ്ടായി. അപ്പോൾ സഞ്ജുവിൻ്റെ പ്രതിഭയെക്കുറിച്ച് ആർക്കും സംശയമില്ലെന്ന് നമുക്കറിയാം. എന്നാൽ പൊള്ളോക്ക് പറഞ്ഞതുപോലെ ഗില്ലിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ടി20 മത്സരത്തിൽ നമുക്കറിയാം, ഒരു ഏകദിന സമാനമായ ഇന്നിങ്സിൽ 28 പന്തിൽ 28 റൺസ് അതാണ് ഗിൽ നേടിയത്. തീർച്ചയായും ഗില്ലിൻ്റെ അടുത്ത ഒരു വർഷത്തേക്കുള്ള ടീമിലെ ഇടം കൂടിയാണ് ആ ഒരു മന്ദഗതിയിലുള്ള ഇന്നിങ്സോടെയാണെങ്കിലും അദ്ദേഹം ടീമിൽ അരക്കിട്ടുറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ സഞ്ജുവിൻ്റെ കേസിലാണെങ്കിൽ ഇത്തരമൊരു ഇന്നിങ്സ് സഞ്ജുവാണ് കളിച്ചിരുന്നെങ്കിൽ പലരും അദ്ദേഹത്തെ വിമർശിച്ചേനെ. സെലക്റ്റീവായി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു സമൂഹത്തിൽ അവഗണന നേരിടുന്നവർ എന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഗിൽ മാനസപുത്രനാണെങ്കിൽ സഞ്ജു ഒരു വലിഞ്ഞു കയറി വന്നവനെന്ന പ്രതീതി തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലുള്ളത്. ഗില്ലിനെ സപ്പോർട്ട് ചെയ്യാൻ സഹീർ ഖാനെ പോലുള്ള, ആശിഷ് നെഹ്റയെ പോലുള്ള ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം.
ഇന്ത്യൻ T20 ടീമിലെ വൈസ് ക്യാപ്റ്റൻസി പോലും ഗില്ലിന് നൽകിയത് അദ്ദേഹത്തെ ടീമിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഫോമില്ലെങ്കിലും തീർച്ചയായും അദ്ദേഹം ഈ ഒരു വൈസ് ക്യാപ്റ്റൻസിയുടെ പുറത്ത് ടീമിൽ നിലനിൽക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ മത്സരശേഷം രവിചന്ദ്ര അശ്വിൻ പറഞ്ഞതുപോലെ ശുഭ്മാൻ ഗിൽ വെറും ഓപ്പണർ മാത്രമല്ല ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ്. നിങ്ങൾക്ക് എങ്ങനെ ടീമിലെ വൈസ് ക്യാപ്റ്റനെ പുറത്താക്കാൻ പറ്റും? ഒരു കാര്യം ഉറപ്പിക്കാം, അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഒരു പരമ്പരയ്ക്കിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ സഞ്ജു സാംസനെ പകരം ടീമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം വൈസ് ക്യാപ്റ്റനെ ഒഴിവാക്കുക എന്നത് നല്ല കാര്യമായിരിക്കില്ല. വൈസ് ക്യാപ്റ്റനെ മുമ്പ് എപ്പോഴെങ്കിലും കൈവിട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഗില്ലിനെ ടീമിൽ എടുക്കുകയും വൈസ് ക്യാപ്റ്റൻ ആക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനാൽ മതിയായ അവസരങ്ങൾ നൽകുകയും വേണം. അശ്വിൻ കഴിഞ്ഞ ദിനം പറഞ്ഞത് ഇങ്ങനെയാണ്. നമുക്കറിയാം, ഈ വർഷം UAE വേദിയായ ഏഷ്യ കപ്പിലൂടെയാണ് ഒരു വർഷത്തോളം നീണ്ട ഗ്യാപ്പിനൊടുവിൽ ഇന്ത്യൻ T20 ടീമിലേക്ക് ശുഭ്മാൻ ഗിൽ തിരിച്ചു വിളിക്കപ്പെടുന്നത്. വൈസ് ക്യാപ്റ്റന്റെ ചുമതല കൂടി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു പിന്നീട്. പക്ഷേ അതിനുശേഷം കളിച്ചിട്ടുള്ള 15 ഇന്നിംഗ്സുകളിൽ ഒരു 50 പോലും അദ്ദേഹത്തിന് നേടാനായിട്ടില്ല, ഓപ്പണറായിട്ട് പോലും. 24.25 എന്ന ശരാശരിയിൽ 137.26 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 291 റൺസ് മാത്രമാണ് ഇത്രയും മത്സരങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ സമ്പാദ്യം. സത്യത്തിൽ ഇങ്ങനെയൊരു ഗില്ലിന്റെ ഫോമൗട്ടിലും സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താതെ ഗില്ലിന് തന്നെ അവസരങ്ങൾ നൽകുന്നത് BCCI നടത്തുന്ന ഒരു ചൂതാട്ടം കൂടിയാണ്. പക്ഷേ ആ ചൂതാട്ടം തകർക്കുന്നത് സഞ്ജു സാംസൺ എന്ന ഏറ്റവും അനിതര സാധാരണമായ ശൈലി കൊണ്ട് ക്രിക്കറ്റ് പ്രേമികൾക്ക് മികച്ച ഇന്നിംഗ്സുകൾ കാഴ്ചവെച്ച ഒരു താരത്തിന്റെ കരിയർ കൂടിയാണ്.